ന്യൂസ് 18 എക്സ്പ്രസ് ആരംഭിക്കുന്നു. ഇടതുമുന്നണി വിടാൻ എൻസിപിയിൽ ധാരണ. നിയമസഭാ സമ്മേളനത്തിന് പിന്നാലെ തീരുമാനം പ്രഖ്യാപിക്കും. എന്നാൽ AK ശശീന്ദ്രൻ വിഭാഗം പുതിയ പാർട്ടി രൂപീകരിച്ച് LDFിൽ തുടരും. ഇതിനായി പുതിയ പാർട്ടി രൂപീകരിക്കാനുള്ള നീക്കം ആരംഭിച്ചതായി സൂചന. എന്നാൽ മുന്നണി വിടുമെന്ന വാർത്ത ശശീന്ദ്രനടക്കമുള്ള NCP നേതാക്കൾ പരസ്യമായി നിഷേധിച്ചു. മുന്നണി മാറ്റം ചർച്ച ചെയ്തിട്ടില്ലെന്ന് മന്ത്രി ശശീന്ദ്രൻ. LDFിൽ നിന്ന് മാറേണ്ട സാഹചര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. LDFിനെ ക്ഷീണിപ്പിക്കുന്ന നടപടി NCPയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകില്ലെന്നും ശശീന്ദ്രൻ. സിറ്റിംഗ് സീറ്റുകൾ വിട്ടുകൊടുക്കുന്നതിൽ യോജിപ്പില്ലെന്നും ശശീന്ദ്രൻ. പാല, കാഞ്ഞിരപ്പള്ളി സീറ്റുകൾ കേരള കോൺഗ്രസ് എമ്മിന് നൽകുന്ന കാര്യം മുന്നണിയിൽ ചർച്ച ചെയ്തിട്ടില്ലെന്നും ശശീന്ദ്രൻ. ഇടതുമുന്നണിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയും ഒരു ധാരണയും ഒരു കക്ഷിയുമായി പരസ്പരം ആരും ചർച്ച ചെയ്തിട്ടില്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് എത്ര മാസമുണ്ട്? ഇപ്പോൾ നടക്കുന്ന ഈ ചർച്ച, ഈ വാർത്ത അനവസരത്തിലുള്ളതാണ്, അടിസ്ഥാനരഹിതമാണ്. പാർട്ടി ഒരു ഘട്ടത്തിലും മുന്നണി മാറ്റം സംബന്ധിച്ച് ഒരു ചർച്ച നടത്തിയിട്ടില്ല. എന്നാൽ മാണി സി കാപ്പൻ പല ഘട്ടങ്ങളിലായി പാലാ സീറ്റിലുള്ള അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. ഇതിനപ്പുറത്തൊന്നും ഞങ്ങളുടെ പാർട്ടിയിൽ സംഭവിച്ചിട്ടില്ല. കാഞ്ഞിരപ്പള്ളി സീറ്റ് CPI ജോസ് പക്ഷത്തിന് വിട്ടുനൽകും. സീറ്റ് വിട്ടുനൽകാൻ CPI CPM ചർച്ചയിൽ ധാരണ. പകരം കൊല്ലത്ത് ഒരു സീറ്റ് CPI അധികം ചോദിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം സംബന്ധിച്ച ജില്ലാ കമ്മിറ്റികളുടെ റിപ്പോർട്ടിൽ CPM സംസ്ഥാന സമിതിയിൽ ചർച്ച. മികച്ച വിജയം നേടാനായപ്പോഴും ശക്തി കേന്ദ്രങ്ങളിലെ വോട്ട് ചോർച്ച വിലയിരുത്തി പാർട്ടി. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് വീഴ്ചകൾ കണ്ടെത്തി പരിഹരിക്കാൻ ശ്രമം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേമം ഉൾപ്പെടെ 99 നിയമസഭാ മണ്ഡലങ്ങളിലും ഭൂരിപക്ഷം ഇടതുമുന്നണിക്കെന്നാണ് സെക്രട്ടേറിയറ്റിന്റെ പ്രാഥമിക വിലയിരുത്തൽ. 41 ഇടത്ത് UDFിനാണ് മേൽക്കൈ. ജില്ലകളിൽ നിന്നുള്ള റിപ്പോർട്ട് പരിശോധിച്ച ശേഷം ഇക്കാര്യത്തിൽ അന്തിമ കണക്കിലെത്തും. ആലപ്പുഴയിലെ സംഘടനാ പ്രശ്നങ്ങളും നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളും ചർച്ചയിൽ. മുസ്ലിം ലീഗ് ദേശീയ നിർവാഹക സമിതി യോഗം കോഴിക്കോട് തുടരുന്നു. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യുന്നു. PK കുഞ്ഞാലിക്കുട്ടിയുടെ രാജിയെ തുടർന്ന് ഒഴിവ് വരുന്ന മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പും യോഗത്തിൽ പ്രധാന ചർച്ചയാകും. ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിന്റെ മുൻനിരയിലുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ. സംഘടനാ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനായാണ് ഡൽഹിയിൽ എത്തിയത്. നിയമസഭാ മുന്നൊരുക്കങ്ങളും വിലയിരുത്തുമെന്നും സുരേന്ദ്രൻ. കോവിഡ് വാക്സിനിൽ പ്രതീക്ഷയോടെ രാജ്യം. സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് നിർമ്മിക്കുന്ന കോവിഷീൽഡിന് ഡ്രഗ്സ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യ ഇന്ന് അടിയന്തര അനുമതി നൽകിയേക്കും. എല്ലാ സംസ്ഥാനങ്ങളിലും കോവിഡ് വാക്സിൻ വിതരണത്തിന്റെ തയ്യാറെടുപ്പുകൾ പരിശോധിക്കാനുള്ള ഡ്രൈ റൺ നടന്നു. സംസ്ഥാനത്ത് കോവിഡ് വാക്സിൻ വിതരണത്തിന്റെ തയ്യാറെടുപ്പുകൾ പരിശോധിക്കാനുള്ള ഡ്രൈ റൺ വിജയകരം. 4 ജില്ലകളിലെ 6 കേന്ദ്രങ്ങളിലാണ് ഡ്രൈ റൺ. രാവിലെ 9 മുതൽ 11 വരെയായിരുന്നു ഡ്രൈ റൺ. വാക്സിൻ 3 ദിവസത്തിനുള്ളിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ആരോഗ്യമന്ത്രി KK ശൈലജ. കോവിഷീൽഡ് വാക്സിനെ സംബന്ധിച്ച് ആശങ്കയില്ല. വാക്സിൻ വിതരണം ചെയ്യുന്നതിനും സൂക്ഷിക്കുന്നതിനും സംവിധാനങ്ങൾ ഒരുങ്ങി. എത്ര ഡോസ് കിട്ടുമെന്ന് പറയാനാകില്ലെന്നും മന്ത്രി. മണി സി കാപ്പൻ മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. അതിൽ ചാനലുകാർ കൊടുത്ത വാർത്ത ഞാൻ അറിഞ്ഞിട്ടില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഇങ്ങനെ ചർച്ച വന്നിട്ടില്ല. NCP ഇപ്പോഴും ഇടതുപക്ഷ മുന്നണിയിലാണ്. നാളെയും ഇടതുപക്ഷ മുന്നണിയുടെ ഭാഗമായി തന്നെ തുടരും. പാല കൊടുക്കൽ ഞാൻ നേരത്തെ പറഞ്ഞാണല്ലോ, അത് സംശയമില്ലാത്ത കാര്യമാണ്. ഞാനൊരു MLA എന്ന നിലയിൽ മാന്യമായ പ്രവർത്തനം ഇവിടെ നടത്തിയിട്ടുണ്ട്. ഇപ്പം 15 മാസമായി തോട്ടംപുരയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കി. 10-20 കൊല്ലമായിട്ട് ജനം ബുദ്ധിമുട്ടുന്ന പ്രശ്നമാണ്. കന്യാസ്ത്രീകൾക്ക് കിറ്റും റേഷൻ കൊടുക്കാനുള്ള സംവിധാനത്തിലേക്ക് എത്തി. റബ്ബർ ഇപ്പം 200 രൂപ വില തറവിൽ പ്രഖ്യാപിക്കണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒട്ടുപാലിനും ചിരട്ടപ്പാലിനും 150 രൂപ പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും PWD മന്ത്രിയും റവന്യൂ മന്ത്രിയും എന്ന് വേണ്ട എല്ലാ മന്ത്രിമാരും പാലയെ അകമഴിഞ്ഞ് സഹായിച്ചിട്ടുണ്ട്.
അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളടുത്ത ജന്മം പട്ടിയാന്ന് വിചാരിച്ച് ഇപ്പോഴേ കുറച്ച് പിടിക്കേണ്ട കാര്യമില്ല. പാല വിട്ടുകൊടുക്കുന്ന പ്രശ്നമില്ല. അതിങ്ങനെ പാല അവരുടേതായിരുന്നു. ഞാനല്ല ജയിച്ചത്. 52-53 കൊല്ലത്തെ കാത്തിരിപ്പിന് ശേഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി യുദ്ധം ചെയ്ത് പിടിച്ചെടുത്താണ് ഈ സീറ്റ്. ദേശീയ നേതൃത്വം അങ്ങനെ തന്നെയാണ് പറഞ്ഞേക്കുന്നത്. പാലാന്നല്ല, ഞങ്ങൾ ജയിച്ച ഒരു സീറ്റും വിട്ടുകൊടുക്കുന്നില്ല. എന്ത് തീരുമാനം എടുത്താലും NCP ഒറ്റക്കെട്ടായി നിൽക്കും. അതിന് സംശയം. ഞങ്ങളുടേതൊരു ദേശീയ പാർട്ടിയാണ്. 7 MP ലോക്സഭയിലും 7 MP രാജ്യസഭയിലുള്ള പാർട്ടിയാണ്. സത്യത്തിൽ ഇപ്പോൾ കേരളത്തിലെ വലിയ പാർട്ടി ഞങ്ങളാണ്. അല്ല, ഈ വിഷയത്തിൽ നല്ല ഞങ്ങൾ പോകാതെ പൊതുവെ അദ്ദേഹത്തെ സമീപിക്കുന്ന കാര്യങ്ങളിൽ മാന്യമായ സമീപനം തന്നെയാണ് അദ്ദേഹം നടത്തി തന്നിട്ടുള്ളത്. ഇപ്പോഴും ഈ കാര്യങ്ങളിലും ഈ സീറ്റ് വിട്ടുകൊടുക്കണ്ട എന്നുള്ള നിലപാടിൽ തന്നെയാണ്. വഴിയെ വന്ന തരത്തിന് അവകാശവാദം ഉന്നയിച്ചിട്ട് എന്നെ കാര്യം എനിക്കറിയാൻ വേണ്ടി ചോദിച്ചാൽ പുള്ളിക്ക് എന്നെ റൈറ്റ്. പുള്ളി ജയിച്ചു നിൽക്കുന്ന ഒരു സീറ്റ് ഞങ്ങൾ പോയി ചോദിക്കുകയാണെങ്കിൽ ശരിയാ. ഇത് ഞങ്ങളുടെ ഹൃദയവികാരമാണ് അതെന്നൊക്കെ പറയുന്നത് ശരിയല്ലല്ലോ. അതിലൊരു ശരികേടുണ്ട്, അത് നിങ്ങൾക്കറിയാം. ഇനി അങ്ങനെ വന്നാൽ പോലും ഇവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കാർ പോലും സമ്മതിക്കില്ല. എവിടെ നടത്തിയെന്നാ പറഞ്ഞൊന്ന് പറഞ്ഞുതരാം. 17 സീറ്റ് പാലായിലുണ്ടായിരുന്നു, അത് 10 ചുരുങ്ങി. തലനാട് 3 സീറ്റ് ഉണ്ടായിരുന്നു, 1 സീറ്റായിട്ട് ചുരുങ്ങി. ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ ഞങ്ങൾ തന്ന ഒരു 9 പേര് ഇവിടെ ജയിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് 2 സീറ്റാണ് തന്നത്. അല്ല, തന്നില്ലെങ്കിൽ എന്നുള്ള ക്വസ്റ്റ്യൻ ഇല്ല. ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന സീറ്റ് കൊടുക്കണമെന്ന് ഞങ്ങളോട് ആരും ആവശ്യപ്പെട്ടിട്ടില്ല. PJ ജോസഫ് കഴിഞ്ഞ ദിവസം അസംബ്ലി വെച്ച് കണ്ടുമ്പോൾ എന്നോട് പറഞ്ഞ് അതിനുള്ള സാധ്യത ഉണ്ടെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഞാനല്ലാതെ അങ്ങനെ പറഞ്ഞിട്ടില്ല. അത് ചാനലുകാർ ഇട്ടതാണെന്ന് പുള്ളി എന്നോട് ഒന്ന് പറഞ്ഞ അങ്ങനെയാണ്. മാധ്യമങ്ങളോട് പറഞ്ഞ് അതിനുള്ള സാധ്യത തള്ളിക്കളയാൻ മേലെന്നേ പറഞ്ഞിട്ടുണ്ട്. അത് അവരുടെ താല്പര്യമായിരിക്കും. ഞങ്ങൾ ഏതായാലും UDF ഒരു ഘടകകക്ഷി നേതാവിനോടോ UDF മേൽത്തട്ടിലുള്ള നേതാക്കളോടോ ഈ കാര്യം ഞങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല. അനൗദ്യോഗികമായി യാതൊരു ചർച്ചയും നടന്നിട്ടില്ല. അവരെല്ലാവരും തമ്മിൽ നമ്മളെല്ലാം തമ്മിൽ വ്യക്തിബന്ധമുള്ളതല്ലേ. എനിക്ക് കോൺഗ്രസ്സുകാരായിട്ടും സ്വാഗതം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അവർക്കുള്ളതല്ലേ. അത് നിഷേധിക്കാൻ പറ്റുമോ നമുക്ക്? ഇല്ല, അവരഭിപ്രായം പറഞ്ഞോട്ടെ. ഇവരഭിപ്രായം പറയണ്ട. ഞാൻ ജയിച്ച സീറ്റാണ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സീറ്റാണ്. ഞങ്ങളുടെ ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ട് തന്നെ എടുത്തുള്ളൂ. അത് അങ്ങനെ ചർച്ച ചെയ്യേണ്ട കാര്യമില്ലല്ലോ. LDF-നെ സംബന്ധിച്ചിടത്തോളം സീറ്റ് ചർച്ച വരുന്ന സമയത്ത് ഈ കാര്യം ചർച്ച ചെയ്യും. അല്ലാണ്ട് ഞാൻ അങ്ങോട്ട് ഞങ്ങൾക്ക് സീറ്റ് തരാമോ എന്ന് എനിക്ക് ചോദിക്കേണ്ട കാര്യമില്ല. ഞാൻ ജയിച്ച സീറ്റ് തന്നെ ഇത്. ഒരു മാറ്റം ഉണ്ടാകും. അത് അന്നേരം ആലോചിച്ചാൽ പോരെ. അല്ല, അന്നേരം ആലോചിച്ചാൽ പോരെ. ചുമ്മാ പറയുന്നു. അങ്ങനെ ഈ UDF നേതാക്കളെ മുഴുവൻ നമ്മൾ നേരത്തെ അറിയുന്നില്ല. അത് കോട്ടയത്ത് തോമസ് ചാണ്ടി മരിച്ചപ്പം അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഒരു യോഗം നടത്തിയപ്പം കോട്ടയത്തുള്ളൊരു പ്രമുഖ വ്യക്തി എന്ന നിലയിൽ മുൻ മുഖ്യമന്ത്രി അതിനകത്ത് ക്ഷണിച്ചു എന്നുള്ളൂ. ഞാനല്ല ക്ഷണിച്ചത്, ജില്ലാ കമ്മിറ്റിയെ ക്ഷണിച്ചത്. അതിനകത്തൊരു രാഷ്ട്രീയം അതിപ്പോഴും പറയുന്നു. NCP തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ പരിഗണിച്ചില്ല എന്നുള്ളത് സത്യമാണ്. പലയിടത്തും ചർച്ചകൾ പോലും നടന്നിട്ടില്ല. അതൊക്കെ തുറന്നു പറയുന്നു. അത് നിങ്ങൾ NCPയുടെ നേതാക്കളോടല്ലോ ചോദിച്ചു, VN വാസവനോടല്ലേ ചോദിച്ചു. പുള്ളിക്ക് അങ്ങനെ തോന്നി കാണിയാലായിരിക്കും. പക്ഷെ ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. ഞാനും ഒരു NCPയുടെ നേതാവാണ്. എനിക്കും പറയാനുള്ള സ്വാതന്ത്ര്യമില്ല. അത് കഴിഞ്ഞ് LDF ഉണ്ടായില്ലല്ലോ. ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു LDF യോഗം നടന്നില്ലല്ലോ. ആ യോഗത്തിൽ ഉന്നയിക്കും തീർച്ചയായും. എനിക്ക് തോന്നുന്നില്ല ജില്ലാ പ്രസിഡന്റോ മറ്റാരോ അങ്ങനെ പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് അന്നേരം നോക്കും, അപ്പം ആലോചിക്കും ആ കാര്യത്തെക്കുറിച്ച്. ഇത് ഞാൻ പറഞ്ഞത് ഇത് ദേശീയ പാർട്ടിയാണ്. ശരത് പവാർ എന്ന് പറഞ്ഞ ഇന്ത്യ മൊത്തം അറിയപ്പെടുന്ന നേതാവാണ് ഇതിന്റെ പ്രസിഡന്റ്. അദ്ദേഹമല്ലേ തീരുമാനം എടുക്കേണ്ടത്.
പുള്ളിക്ക് ബാലുശ്ശേരി കൊടുക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യമുണ്ട്. 2-3 പ്രാവശ്യമായിട്ട് പുള്ളി മത്സരിച്ചു. അദ്ദേഹം കൊടുക്കട്ടെ, ഒരു കുഴപ്പമില്ല. അത് പുള്ളി കൊടുത്തോട്ടെ. ഇത് പാലാ വിട്ടുള്ളൊരു കേസ് ഇവിടെ ഇല്ല. പാലാ വിട്ടുകൊടുക്കില്ല എന്ന് ആവർത്തിക്കുന്നു മാണി സി കാപ്പൻ. പക്ഷേ അപ്പോഴും ഇടതുമുന്നണിയിൽ താൻ ഉറച്ചു നിൽക്കും. പാലായിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി വീണ്ടും മത്സരിക്കും. ആ തരത്തിലാണ് ഇപ്പോൾ ചർച്ചകൾ പുരോഗമിക്കുന്നത് എന്ന് തന്നെ പറയുന്നു. പക്ഷേ LDF-ൽ സംബന്ധിച്ച് യാതൊരു ചർച്ചയും നടന്നിട്ടില്ല. പാലയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല എന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് മാണി സി കാപ്പൻ. നേരത്തെ AK ശശീന്ദ്രൻ പറഞ്ഞത് സീറ്റ് ചർച്ചകൾ ആരംഭിച്ചിട്ടില്ല, അവകാശവാദം ഉന്നയിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട് എന്ന് പറയുമ്പോഴും മാണി സി കാപ്പൻ തന്റെ നിലപാടിൽ ആ തരത്തിൽ ഉറച്ചു നിൽക്കുകയാണ് എന്ന് മനസ്സിലാകുന്നു. NCPയുടെ രാഷ്ട്രീയം എങ്ങോട്ട് എന്നത് വരും ദിവസങ്ങളിൽ സ്വാഭാവികമായും നോക്കിക്കാണേണ്ട സാഹചര്യവും ഉണ്ട്. പാലയുടെ പേരിൽ ഒരുപക്ഷേ NCP ഇടതുമുന്നണി വിട്ടേക്കാം. ശരത് പവാർ തന്നെ ആ തീരുമാനം പ്രഖ്യാപിച്ചേക്കാം, രാഷ്ട്രീയ തീരുമാനം പ്രഖ്യാപിച്ചേക്കാം എന്നതായിരുന്നു വന്ന വാർത്തകൾ. മാണി സി കാപ്പൻ തൽക്കാലം അതിലേക്ക് പോകുന്നില്ല. ശ്രീത്ത് മാണി സി കാപ്പൻ പാലയുടെ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു, പക്ഷേ ഇടതുപക്ഷത്ത് ഉറച്ചു നിൽക്കുമെന്നും പറയുന്നു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത്ര എളുപ്പമാണോ കാപ്പന് മുന്നിലുള്ള സാഹചര്യങ്ങൾ? കാപ്പന് മുന്നിൽ UDF-ലേക്ക് പോകാനുള്ള സാഹചര്യം എളുപ്പമാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. പൊതുവെ ഇത്തരത്തിൽ അനൗപചാരികമായുള്ള ചർച്ചകളും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് PJ ജോസഫിനെ പോലുള്ള നേതാക്കൾ അത് തുറന്നു പറയുകയും ചെയ്തിട്ടുള്ളത്. പക്ഷേ അല്പം കൂടി വൈകിയ ശേഷം മാത്രമായിരിക്കും ഒരു മുന്നണി വിടൽ അടക്കമുള്ള നടപടികളിലേക്ക് NCP എത്തുക എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് ബജറ്റ് സമ്മേളനം നടക്കുന്നുണ്ട്. പാലയ്ക്ക് വേണ്ടി നിരവധി ആവശ്യങ്ങൾ കാപ്പൻ സർക്കാരിനോട് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നേടിയെടുക്കുക, അത്തരത്തിൽ കഴിഞ്ഞ കുറച്ച് നാളുകൾ മാത്രമേ ഉള്ളൂ എങ്കിലും കൃത്യമായി നടത്തിയ പ്രവർത്തനം കൂടി മുന്നോട്ട് വെച്ച് തെരഞ്ഞെടുപ്പിൽ നേരിടാനാണ് കാപ്പന്റെ ഒരു തീരുമാനം. എന്തായാലും ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ NCP-യിലും UDF-ലും നടന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോഴത്തെ കാപ്പന്റെ പ്രതികരണം നിലവിലെ സാഹചര്യത്തിൽ അങ്ങനെ മാത്രമേ പ്രതികരിക്കാൻ കഴിയൂ എന്നതുകൊണ്ടാണ് കാപ്പൻ കൃത്യമായി ഒരു ഉടക്ക് എന്ന നിലയിൽ തന്നെ പറയുന്ന കാര്യമാണ് പാലാ സീറ്റ് വിട്ടു നൽകില്ല എന്ന കാര്യം. അത് കുറച്ച് മുൻപ് തൊട്ട് തന്നെ സാധാരണ ഒരു സീറ്റ് LDF-ലെ അങ്ങനെ ഘടകകക്ഷികൾ ഇത്രത്തോളം ശക്തമായി നിന്ന് പറയാറില്ല. അതെല്ലാം പറയുന്നത് കാപ്പന്റെ ഒരു സൂചന തന്നെയാണ്. നമുക്കറിയാം ജോസ് കെ മാണി വലിയ വിജയം ഈ തെരഞ്ഞെടുപ്പിൽ നേടിയൊരു സാഹചര്യം കൂടിയുണ്ട്. ഇതിനെ തള്ളിക്കൊണ്ടാണ് കാപ്പൻ ഈ നിലപാട് പറയുന്നത്. അതായത് ഈ കോട്ടയത്തെ മറ്റു പ്രദേശങ്ങളിലെ രാഷ്ട്രീയ സാഹചര്യം കൂടിയല്ലോ ശ്രീത്ത്. എന്ത് ഗുണം കിട്ടി ഈ പറഞ്ഞതുപോലെ ജോസ് കെ മാണി വന്നതുകൊണ്ട്? ഈ പറഞ്ഞ വിജയമൊന്നും അവിടെ സംഭവിച്ചില്ല എന്നും പരോക്ഷമായി പറഞ്ഞു വെക്കുന്നുണ്ട് കാപ്പൻ. തീർച്ചയായും അതുണ്ട്. അത് തന്നെയാണ് ഈ ഒരു പ്രസ്താവനയിലുള്ളത്. വഴിയെ പോകുന്ന ആരെങ്കിലും വന്ന് ചോദിച്ചാൽ സീറ്റ് കൊടുക്കാൻ കഴിയില്ല എന്ന വളരെ കൃത്യമായൊരു വാക്കാണ് കാപ്പൻ, വാചകമാണ് കാപ്പൻ പ്രയോഗിക്കുന്നത്. അതായത് അത് NCP-യുടെ സീറ്റാണ്, എന്റെ സീറ്റാണ്, ഞാൻ വിജയിച്ച സീറ്റാണ് എന്ന് കൃത്യമായി പറഞ്ഞുകൊണ്ട്, അതായത് ഒരു സീറ്റ് വിഭജനം അടക്കമുള്ള കാര്യങ്ങളിലേക്ക്, ഒരു തർക്കങ്ങളിലേക്കൊക്കെ പോകുന്ന സമയത്ത് NCP-യെ സംബന്ധിച്ച് കൃത്യമായി മുന്നോട്ട് വെക്കാവുന്ന അജണ്ടകളുണ്ട്, ജനങ്ങൾക്ക് മുന്നിൽ പറയാവുന്ന സാഹചര്യമുണ്ട്. കാരണം ആ സീറ്റ് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ തീർച്ചയായും കാപ്പനെ സംബന്ധിച്ച് മറ്റ് വഴികൾ ഉണ്ടാകില്ല. എന്തായാലും ഇതൊക്കെ കുറച്ചുകൂടെ കഴിഞ്ഞാൽ മാത്രമായിരിക്കും ഇതൊരു മുന്നണി പ്രവേശനത്തിലേക്ക്, അതായത് UDF പ്രവേശനത്തിലേക്ക് മറ്റോ എത്താനുള്ള സാധ്യത. എന്തായാലും കാപ്പൻ അത് മുന്നിൽ കണ്ടുള്ള പ്രവർത്തനം നടത്തുന്നുണ്ട്. NCP-ക്കുള്ളിലും വിഭിന്ന അഭിപ്രായങ്ങളുണ്ട്. പക്ഷേ വലിയൊരു ശതമാനവും കാപ്പനൊപ്പം തന്നെ നിൽക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ആ ഗ്രൂപ്പ്. ശരി, അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ഒരുപക്ഷെ NCP എത്തിയേക്കാം. പക്ഷേ അതിന്റെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൂടി നോക്കിക്കണ്ടാകും പ്രഖ്യാപനം. ഏതായാലും ചർച്ചകൾ നടക്കുന്നുണ്ട്. NCP-യുടെ മനസ്സിലിരിപ്പും ഏതാണ്ട് അങ്ങനെ തന്നെയാണ് എന്ന് വളരെ വ്യക്തമായി കാര്യങ്ങൾ പുറത്തുവരുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ശ്രീത്താണ് വിവരങ്ങൾ പങ്കുവച്ചത്. നമുക്ക് വീണ്ടും ന്യൂസ് 18 എക്സ്പ്രസിലേക്ക് പോകണം. കോവിഡ് വാക്സിൻ വിതരണത്തെ സംസ്ഥാന സർക്കാർ രാഷ്ട്രീയവൽക്കരിക്കുന്നുവെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. വാക്സിൻ സൗജന്യമായി നൽകുന്നത് കേന്ദ്ര സർക്കാർ ക്രെഡിറ്റ് അടിച്ചുമാറ്റാൻ പിണറായി വിജയൻ ശ്രമിക്കുകയാണ്. സംസ്ഥാന സർക്കാരിന്റെ കള്ളപ്രചാരണത്തെ ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടുമെന്നും സുരേന്ദ്രൻ പറഞ്ഞു. വാക്സിന് ഉടൻ അനുമതി നൽകുമെന്നും സൗജന്യമായിരിക്കുമെന്നും കേന്ദ്ര ആരോഗ്യമന്ത്രി ഹർഷവർദ്ധൻ. വാക്സിൻ വിതരണത്തിന് രാജ്യം പൂർണ്ണ സജ്ജം. आज पूरे देश में सभी स्टेट्स में और सभी यूनियन टेरिटरीज में लगभग 119 डिस्ट्रिक्ट्स में इसी प्रकार के 260 ऐसे स्थान जहां की वैक्सीनेशन जब शुरू होगा वहां पर लोगों को वैक्सीन दी जाएगी। वहाँ पर इसी प्रकार का ड्राई रन या इसी प्रकार की मॉक ड्रिल
जिसमें लगभग वो सब काम जो बारीक से बारीक चीज़ें भी हो सकती हैं उनको ट्रायल के रूप में किया जा रहा है और उसका विश्लेषण, उसको देखना, एक्सेप्ट एक्चुअल वैक्सीन को देने के अलावा सारे काम किए जा रहे हैं. വാക്സിനെതിരായ നുണപ്രചാരണങ്ങളിൽ വിശ്വസിക്കരുതെന്നും കേന്ദ്ര ആരോഗ്യമന്ത്രി ഡോക്ടർ ഹർഷവർദ്ധൻ. എല്ലാവിധ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ചാണ് വാക്സിൻ വികസിപ്പിച്ചിരിക്കുന്നത്. വാക്സിൻ പരീക്ഷണത്തിൽ ആദ്യ പരിഗണന സുരക്ഷയ്ക്കും ഫലപ്രാപ്തിക്കും ആയിരുന്നുവെന്നും കേന്ദ്രമന്ത്രി. ഡ്രൈറൺ നേരിട്ട് വിലയിരുത്തി കേന്ദ്ര ആരോഗ്യമന്ത്രി. ഡൽഹി ഗുരു തേജ് ആശുപത്രി കേന്ദ്രമന്ത്രി സന്ദർശിച്ചു. തിരുവനന്തപുരം നാവായിക്കുളത്ത് 11 വയസ്സുകാരൻ കഴുത്തറത്ത് കൊല്ലപ്പെട്ട നിലയിൽ. കുട്ടിയുടെ അച്ഛൻ സഫീറിന്റെ മൃതദേഹം സമീപത്തുള്ള കുളത്തിൽ നിന്നും കണ്ടെത്തി. മകൻ 11-കാരൻ അൽത്താഫിനെ കൊലപ്പെടുത്തിയ ശേഷം അച്ഛൻ ആത്മഹത്യ ചെയ്ത് എന്നാണ് സംശയം. കാണാതായ 9 വയസ്സുകാരൻ അൻഷാദിനായി തെരച്ചിൽ തുടരുന്നു. ടി ജെ സജിത്ത് വിവരങ്ങൾ പങ്കുവെക്കും. സജിത്ത്, ദാരുണമായ ഒരു സംഭവം, ഇതിന് പിന്നിലുള്ള കാരണങ്ങൾ എന്താണ്? രഞ്ജിത്ത്, കുടുംബ പ്രശ്നം തന്നെയാണ് ഇതിന് കാരണമായുള്ള പ്രാഥമികമായ നിഗമനം. രാവിലെയാണ് ഈ മകൻ അൽത്താഫിന്റെ കഴുത്തറുത്ത നിലയിൽ വീട്ടിൽ കണ്ടെത്തിയത്. രാവിലെ ഈ നാവായിക്കുളം ക്ഷേത്രക്കുളത്തിന് സമീപം സഫീറിന്റെ ഓട്ടോറിക്ഷ നിർത്തിയിട്ടേക്കുന്നത് നാട്ടുകാർ കണ്ടു. ഇതേ തുടർന്ന് നടത്തിയ സംശയത്തെ തുടർന്ന് നടത്തിയ തിരച്ചിലാണ് വീട്ടിൽ നിന്നും മകന്റെ കഴുത്തറുത്ത നിലയിൽ മൃതദേഹം കണ്ടെത്തിയത്. അച്ഛൻ സഫീറും മറ്റൊരു മകനും കൂടി കുളത്തിൽ ചാടിയെന്നായിരുന്നു സംശയം. ഇതേ തുടർന്ന് ഫയർഫോഴ്സും നാട്ടുകാരും തിരച്ചിൽ നടത്തി. ഇതിനൊടുവിൽ സഫീറിന്റെ മൃതദേഹം കണ്ടെത്തി. പക്ഷേ 9 വയസ്സുള്ള അൻഷാദിന്റെ മൃതദേഹം ഇതുവരെയും കിട്ടിയിട്ടില്ല. അദ്ദേഹത്തിന് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. കുടുംബ പ്രശ്നങ്ങളാണ് ഇത്തരമൊരു ദുരന്തം ഉണ്ടാകാൻ ഇടവെച്ചതെന്നാണ് കാരണം. ദീർഘനാളായി സഫീർ ഭാര്യയുമായി പിരിഞ്ഞു താമസിക്കുകയായിരുന്നു. ഇതേ തുടർന്നുള്ള ചില പ്രശ്നങ്ങളാണ് ഇത്തരമൊരു അപകടത്തിലേക്ക് വഴിവെച്ചതെന്നാണ് പ്രാഥമികമായ നിഗമനം. പോലീസ് എത്തി നടപടികൾ സ്വീകരിച്ചു. ശരി. തിരുവനന്തപുരത്ത് പൂട്ടിയ ഫാക്ടറിയിൽ തൊഴിലാളി മരിച്ച നിലയിൽ. 7 മാസം മുമ്പ് പൂട്ടിയ വേളി ഇംഗ്ലീഷ് ഇന്ത്യ ക്ലേ കമ്പനിയിലാണ് ജീവനക്കാരനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കമ്പനിയിലെ കരാർ കയറ്റിറക്ക് തൊഴിലാളിയായിരുന്ന പ്രഫുലനാണ് മരിച്ചത്. പൂട്ടിക്കിടന്ന കമ്പനി കെട്ടിടത്തിൽ ജീവനക്കാരൻ ജീവനൊടുക്കിയതിൽ ദുരൂഹതയെന്ന് തൊഴിലാളി സംഘടനകളുടെ ആക്ഷേപം. സ്ഥലത്ത് തൊഴിലാളി സംഘടനകളുടെ പ്രതിഷേധം. സബ് കളക്ടർ സ്ഥലത്തെത്തിയതോടെ ഇൻക്വസ്റ്റ് തയ്യാറാക്കി മൃതദേഹം നീക്കം ചെയ്യാൻ സംഘടനാ നേതാക്കൾ സമ്മതിച്ചു. ഫാക്ടറിയിൽ തൊഴിലാളി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ദുരൂഹമെന്ന് NK പ്രേമചന്ദ്രൻ MP. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തണമെന്നും പ്രേമചന്ദ്രൻ. സർക്കാർ ഇളവ് അനുവദിച്ചെങ്കിലും തിയേറ്ററുകൾ തുറക്കുന്നതിൽ അനിശ്ചിതത്വം തുടരുന്നു. കേടുപാടുകൾ പരിഹരിക്കാൻ സർക്കാർ സാമ്പത്തിക സഹായം അനുവദിക്കാതെ തിയേറ്ററുകൾ തുറക്കാനാകില്ലെന്ന് ഫിലിം ചേംബർ. സർക്കാർ നൽകിയ ഉറപ്പുകൾ പാലിക്കണമെന്നാണ് തിയേറ്റർ ഉടമകളുടെ ആവശ്യം. ഫിയോക്കിന്റെ അടിയന്തര യോഗം ചൊവ്വാഴ്ച കൊച്ചിയിൽ. മറ്റു സംഘടനകളുമായി കൂടിയാലോചിക്കാനും തീരുമാനം. റിലീസിന് കാത്തിരിക്കുന്നത് 85 ചിത്രങ്ങൾ. ചിത്രീകരണത്തിന്റെ വിവിധ ഘട്ടങ്ങളിലായി 35 സിനിമകൾ. ഉടൻ തുടങ്ങാനിരിക്കുന്നത് 28 സിനിമകൾ. കൃഷി നിയമത്തിനെതിരായ പ്രമേയം കേന്ദ്രത്തിന് അയക്കണമെന്ന് ആവശ്യമെങ്കിൽ ഗവർണറോട് സർക്കാർ ആവശ്യപ്പെടുമെന്ന് മന്ത്രി VS സുനിൽകുമാർ. പ്രമേയം കേന്ദ്രത്തിന് അയക്കില്ലെന്ന ഗവർണറുടെ നിലപാട് സാങ്കേതിക കാരണങ്ങൾ കൊണ്ടാണെങ്കിൽ പരിഹരിക്കും. സാങ്കേതിക പ്രശ്നമുണ്ടെന്ന് കരുതുന്നില്ലെന്നും മന്ത്രി. കൃഷി നിയമത്തിനെതിരായ പ്രമേയ വിവാദത്തിൽ O രാജഗോപാലിന്റെ പ്രതികരണം തൃപ്തികരമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ. നിയമസഭയിൽ രാജഗോപാൽ സംസാരിക്കുന്നത് വ്യക്തമാണ്. പ്രവർത്തകർക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടായിട്ടില്ലെന്നും സുരേന്ദ്രൻ. കർഷക പ്രക്ഷോഭത്തിൽ പങ്കെടുക്കുന്ന കർഷകൻ ആത്മഹത്യ ചെയ്ത നിലയിൽ. സമരസ്ഥലത്തെ ശുചിമുറിയിലാണ് കർഷകനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കശ്മീർ സിംഗ് എന്ന കർഷകനാണ് മരിച്ചത്. ആത്മഹത്യാക്കുറിപ്പും കണ്ടെടുത്തു. ഡൽഹിയിൽ കാർഷിക നിയമത്തിനെതിരെ സമരം ചെയ്ത ഒരു കർഷകൻ കൂടി മരിച്ചു. അതിശൈത്യം കാരണം മരിച്ചത് ഗാസിപ്പൂർ അതിർത്തിയിൽ സമരം ചെയ്തയാൾ. കേന്ദ്ര നിയമങ്ങൾക്കെതിരായ കർഷക സമരം 38ാം ദിവസത്തിലേക്ക് കടന്നു. ഡൽഹിയിൽ ശൈത്യം പിടിമുറുക്കിയെങ്കിലും സമരത്തിൽ നിന്ന് പിന്മാറില്ലെന്ന ഉറച്ച നിലപാടിൽ കർഷകർ. അടുത്ത തിങ്കളാഴ്ച സർക്കാരുമായി ചർച്ച പരാജയപ്പെട്ടാൽ കൂടുതൽ ശക്തമായ സമരത്തിലേക്ക് കടക്കുമെന്ന് സംഘടനകൾ. ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ ജനുവരി 6-ന് കുള്ളി മനേസർ പൾവാർ ദേശീയപാതയിൽ മാർച്ച് നടത്തുമെന്ന് കർഷക നേതാക്കൾ.
ഷാജഹാൻപൂർ അതിർത്തിയിൽ നിന്ന് പ്രതിഷേധക്കാർ ഡൽഹിയിലേക്ക് നീങ്ങുമെന്ന് സ്വരാജ് ഇന്ത്യ നേതാവ് യോഗേന്ദ്ര യാദവ്. കോഴിക്കോട് കുറ്റ്യാടിയിലെ അഭിരാമി പ്ലാന്റേഷന് വനഭൂമി കൈമാറാനുള്ള സർക്കാർ നീക്കം എതിർത്ത വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നേരെ പ്രതികാര നടപടി. അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്ററെ EFL ചുമതലയിൽ നിന്ന് നീക്കി. കുറ്റ്യാടി റേഞ്ച് ഓഫീസറെ വാളയാറിലേക്ക് സ്ഥലം മാറ്റുകയും ചെയ്തു. മീമ്പറ്റി മലവാരത്തെ വനഭൂമി സ്വകാര്യ വ്യക്തിക്ക് കൈമാറാനുള്ള നീക്കം പുറത്തു കൊണ്ടുവന്നത് ന്യൂസ് 18. കൈറ്റ് വിക്ടേഴ്സിലൂടെ സംപ്രേഷണം ചെയ്തു വരുന്ന ഫസ്റ്റ് ബെൽ ഡിജിറ്റൽ ക്ലാസുകളുടെ 1ാം ക്ലാസ് മുതലുള്ള സംപ്രേഷണം തിങ്കളാഴ്ച പുനരാരംഭിക്കും. തിങ്കളാഴ്ച മുതൽ 10ലെ ക്ലാസുകൾ വൈകുന്നേരം 5:30 മുതൽ 7 മണി വരെ ആയിരിക്കും. ഇതിന്റെ പുനഃസംപ്രേഷണം പിറ്റേ ദിവസം രാവിലെ 6:30 മുതൽ 8 മണി വരെ അതേ ക്രമത്തിൽ നടത്തും. രാജ്യത്ത് കോവിഡ് വ്യാപനം കുറയുന്നു. 24 മണിക്കൂറിനിടെ 19,078 പേർക്ക് രോഗം. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ മരിച്ചത് 224 പേർ. ഇതോടെ ആകെ മരണം 1,49,218. ലോകത്ത് കോവിഡ് രോഗികളുടെ എണ്ണം കുത്തനെ ഉയരുന്നു. 24 മണിക്കൂറിനിടെ 5,62,000 പേർക്ക് രോഗം. ആകെ രോഗികൾ 8,43,77,385. അമേരിക്കയിൽ കോവിഡ് ബാധിതരുടെ എണ്ണം 2 കോടി കടന്നു. 24 മണിക്കൂറിനിടെ 1,66,000 പേർക്ക് രോഗം. ആകെ മരണം 3,56,445. കോവിഡ് വാക്സിൻ വിതരണത്തിൽ യൂറോപ്യൻ യൂണിയനെ വിമർശിച്ച് ഫൈസറിന്റെ കോ പ്രൊഡ്യൂസറായ BioNTech കമ്പനി. വേണ്ടത്ര വാക്സിൻ നേരത്തെ ഉറപ്പാക്കുന്നതിൽ യൂറോപ്യൻ യൂണിയൻ പരാജയപ്പെട്ടുവെന്നാണ് ആക്ഷേപം. ഇപ്പോൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ മരുന്ന് ഉൽപ്പാദിപ്പിക്കേണ്ട സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ലോകത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 8,43,00,000 പിന്നിട്ടു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 5,52,000-ലേറെ പേർക്ക് രോഗം. 9,424 മരണം. മുൻ കേന്ദ്രമന്ത്രി ബൂട്ടാ സിംഗ് അന്തരിച്ചു. 86 വയസ്സായിരുന്നു. രാജീവ് ഗാന്ധി സർക്കാരിൽ ആഭ്യന്തരമന്ത്രിയായിരുന്ന അദ്ദേഹം 8 തവണ ലോക്സഭാംഗമായി. ബീഹാർ ഗവർണറായും സേവനം അനുഷ്ഠിച്ചു. ഒരാൾ ഹിന്ദുവാണെങ്കിൽ രാജ്യസ്നേഹിയുമായിരിക്കുമെന്ന് RSS തലവൻ മോഹൻ ഭാഗവത്. ഹിന്ദുവിനൊരിക്കലും രാജ്യസ്നേഹിയാകാതിരിക്കാൻ കഴിയില്ല. ധർമ്മവും രാജ്യസ്നേഹവും വ്യത്യസ്തമല്ലെന്നും മോഹൻ ഭാഗവത്. പുൽവാമ ജില്ലയിലെ ട്രാൽ ബസ് സ്റ്റാൻഡിൽ ഭീകരവാദികൾ സുരക്ഷാ സേനയ്ക്ക് നേരെ ഗ്രനേഡ് എറിഞ്ഞു. 2 സാധാരണക്കാർക്ക് പരിക്ക്. പ്രദേശത്ത് ഭീകരർക്കായി തെരച്ചിൽ ശക്തമാക്കി സൈന്യം. ഡൽഹിയിലെ മോട്ടി നഗറിൽ ഹാർലി ഡേവിസൺ ഷോറൂമിൽ തീപിടുത്തം. കെട്ടിടത്തിന്റെ 1ഉം 2ഉം നിലകളിലായിരുന്നു അഗ്നിബാധ. മണിക്കൂറുകൾ നീണ്ട ശ്രമത്തിനൊടുവിൽ തീ നിയന്ത്രണ വിധേയം. അപകട കാരണം വ്യക്തമല്ല. ISL നിന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് മുംബൈ സിറ്റി FCയെ നേരിടും. കഴിഞ്ഞ കളിയിൽ ഹൈദരാബാദിനെ 2 ഗോളിന് തോൽപ്പിച്ച ആത്മവിശ്വാസത്തിൽ ബ്ലാസ്റ്റേഴ്സ്. മത്സരം രാത്രി 7:30. മുംബൈ സിറ്റി FC മികച്ച ടീമാണെങ്കിലും അവരെ തോൽപ്പിക്കാനുള്ള ശേഷി ബ്ലാസ്റ്റേഴ്സിനുണ്ടെന്ന് ബ്ലാസ്റ്റേഴ്സ് പരിശീലകൻ കിബു വിഗൂന. എന്നാൽ എതിരാളികളെ നോക്കിയാകും ടീമിനെ തയ്യാറാക്കുക. ഇന്ന് 3 പോയിന്റ് മാത്രമാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ലക്ഷ്യമെന്നും വിഗൂന. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ കുതിപ്പ് തുടരുന്നു. ആസ്റ്റൺ വില്ലയെ തോൽപ്പിച്ചത് 1-നെതിരെ 2 ഗോളുകൾക്ക്. വിജയത്തോടെ യുണൈറ്റഡിന് ലീഗിലെ 16 മത്സരങ്ങളിൽ നിന്ന് 33 പോയിന്റ്. പ്രൊഫഷണൽ ക്രിക്കറ്റിൽ നിന്ന് ഉടൻ വിരമിക്കില്ലെന്ന് വിൻഡീസ് താരം ക്രിസ് ഗെയിൽ. 45 വയസ്സുവരെ ഇതേ മികവിൽ കളിക്കാൻ കഴിയുമെന്നാണ് വിശ്വാസം. പ്രായം വെറുമൊരു സംഖ്യ മാത്രമെന്നും താരം. ഇന്ത്യക്കെതിരായ 3ാം ടെസ്റ്റിന്റെ സമയമാകുമ്പോഴേക്കും ഫിറ്റ്നസ് പൂർണ്ണമായി വീണ്ടെടുക്കാൻ സാധിച്ചേക്കില്ലെന്ന് ഓസ്ട്രേലിയൻ താരം ഡേവിഡ് വാർണർ. ഫിറ്റ്നസിൽ താൻ എവിടെ എത്തി നിൽക്കുന്നു എന്ന് നാളെ വ്യക്തമാകുമെന്നും താരം. ഇന്ത്യ ഓസ്ട്രേലിയ 3ാം ടെസ്റ്റ് നടക്കുന്നത് ജനുവരി 7-ന് സിഡ്നിയിൽ. ദുൽഖർ സൽമാൻ നിർമ്മിക്കുന്ന 4ാമത് ചിത്രം അടി എന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്ത്. ഷൈൻ ടോം ചാക്കോ, അഹാന കൃഷ്ണകുമാർ എന്നിവർ പ്രധാന വേഷത്തിൽ. പ്രശോഭ് വിജയനാണ് സംവിധാനം. ദുൽഖർ പ്രധാന കഥാപാത്രമാകുന്ന കുറുപ്പ് എത്തുന്നത് 5 ഭാഷകളിൽ. മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളിൽ ചിത്രമെത്തും. സുകുമാരക്കുറുപ്പിന്റെ ജീവിതം ആസ്പദമാക്കി കുറുപ്പൊരുക്കുന്നത് ശ്രീനാഥ് രാജേന്ദ്രൻ. ചിത്രത്തിന്റെ പോസ്റ്ററുകൾ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടു. അമ്പിളി S. രംഗൻ സംവിധാനം ചെയ്യുന്ന ഇടി, മഴ, കാറ്റ് എന്ന ചിത്രത്തിന്റെ പോസ്റ്റർ പുറത്തിറക്കി. ചെമ്പൻ വിനോദും ശ്രീനാഥ് ഭാസിയുമാണ് പ്രധാന കഥാപാത്രങ്ങൾ. ന്യൂസ് 18 എക്സ്പ്രസ് പൂർണ്ണമാവുകയാണ്.
പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നു.